ഗൾഫിലുള്ള ആളുകളെല്ലാം സ്ഥിരമായിട്ട് KFCയും ബർഗറും എല്ലാം കഴിക്കുന്നുണ്ടല്ലോ. അവർ ഫ്രഞ്ച് ഫ്രൈസ് സ്ഥിരമായി കഴിക്കുന്നുണ്ടല്ലോ. അവർ പെപ്സിയും കൊക്കക്കോളയും എന്നും കുടിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് എന്തിനാണ് ഡോക്ടർ ഈ പെപ്സിയും കൊക്കക്കോളയും അതുപോലെ KFC ഒന്നും കഴിക്കരുതെന്ന് എപ്പോഴും പറയുന്നത്? ഇത് സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അവരെ കാണുന്നില്ല. ഒരു 10 വർഷം കഴിഞ്ഞോ ഒരു 15 വർഷം കഴിഞ്ഞോ അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല. നമ്മൾ പിന്നെയും കാണുന്നത് പുതിയ ആൾക്കാരാണ് ഇതേ കാര്യങ്ങൾ പിന്തുടരുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് വരുന്ന അസുഖങ്ങളുടെ നിരക്ക് ഡബിളും ട്രിപ്പിളും ആയിരിക്കുകയാണ്. അത്രമാത്രം ആളുകൾക്ക് പ്രമേഹവും രക്തസമ്മർദ്ദവും ഹൃദയരോഗവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമതായിട്ടൊരു എക്സാമ്പിളാണ്. അതായത് ഒരു കല്ല്, നല്ല ഉറപ്പുള്ളൊരു കല്ലിൽ നമ്മളൊരു ചുറ്റി കൊണ്ട് അടിക്കുകയാണ്. ഒന്നോ രണ്ടോ പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ നമ്മൾ വീണ്ടും 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 അത് അടിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ആ കല്ല് പൊട്ടും, അല്ലേ? അതുപോലെയാണ് നമ്മുടെ ആരോഗ്യം. വളരെ സ്ട്രോങ് ആണ്, പക്ഷെ ഒന്നോ രണ്ടോ പ്രാവശ്യം എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ വീണ്ടും വീണ്ടും അത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അത് തകർന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പിടിച്ച് ഒട്ടിച്ചു വെച്ചാലും കല്ല് പഴയതുപോലെ ആവില്ല. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം പഴയതുപോലെ ആവില്ല. അപ്പം ഒരിക്കലും തകരാതിരിക്കാൻ നോക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വല്ലപ്പോഴും അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ വളരെ ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം അല്ലാതെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനെ മോശപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കഴിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും എല്ലാം വിഷാംശങ്ങൾ കുറച്ചൊക്കെ ഉണ്ട്. ഓൾറെഡി തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ചൂഷണം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അറിയാതെ നമ്മൾ കഴിക്കുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്ഥിരമായി കഴിക്കരുത്. വല്ലപ്പോഴും ടേസ്റ്റിനായിട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് സ്ഥിരമാക്കിയാൽ നമ്മുടെ ആരോഗ്യമാണ് തകരുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. കാരണം ഇതൊരു നോർമൽ കാര്യമായി മാറിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ജങ്ക് ഫുഡ്സ് സ്ഥിരമായി കഴിക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.